എടാ ഡയറക്ടറുടെ വീട് ഇവിടെ കണ്ടെന്നാ പറഞ്ഞു കേട്ടോ. പുള്ളി നല്ല മനുഷ്യനാണെന്നാ കേട്ടെ. ഞാനത് ചാൻസ് ചോദിച്ചിട്ട് വിളിക്കാം. ഇനി വെച്ചോ, ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. എടോ ഞാൻ പറയട്ടെ. ഞാൻ ഒരുപാട് വീടുകൾ പണിയുന്ന ഒരു കോൺട്രാക്ടറാണ്. ഇത് 4 ഫ്ലാറ്റാണ് ഇന്ന് തീർത്തു കൊടുക്കാനുള്ളത്. എനിക്ക് ഇനി കുറെ പ്രോജക്റ്റ് ഉള്ള ഒരു കോൺട്രാക്ടറോടാ ഞാൻ. ഇതുവരെ കൺസ്ട്രക്ഷൻ പെൻഡിങ് കിടക്കുന്ന അറിയാവോ? ഇയാളാന്ന് തോന്നുന്നു, ഒന്ന് ചോദിച്ചോണ്ട്. സാറേ ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറെ പ്രോജക്റ്റ് ഉണ്ട്. ഒരെണ്ണത്തിൽ കിട്ടിയാ ഞാൻ വിളിക്കാം, താൻ വെയിറ്റ് ചെയ്യും, വിളിക്കാം. എന്താടോ സാറേ ഒരവസരം? വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യണം. ഞാനിപ്പോ മലയാളികൾ എടുക്കാറില്ല. മലയാളികൾക്ക് ആൽമാർത്തില്ലടോ, ബംഗാളികളാണ് ഇപ്പൊ എടുക്കാറ്. അപ്പൊ മലയാളികൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യും സാർ? അത് ശരിയാണ്. എന്റെ ചെറുപ്പം പോലുള്ള പാഷനാണ് സാർ. ഒരവസരം. ചെറുപ്പം മുതലൊക്കെ ഇതിന് ആഗ്രഹം ഉണ്ട് ആൾക്കാർക്ക്. അതെ സാർ. അത് കൊള്ളാലോ. എന്നാ ഓക്കെ, ഞാൻ എനിക്ക് വർക്ക് തരാം. പക്ഷെ സഹകരിക്കണം. ഞാനോ? പിന്നെ ഞാൻ സഹകരിക്കണം. സഹകരിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ സഹകരിക്കാതിരിക്കല്ലേ? സഹകരിക്കാം സാറേ. എപ്പോ വിളിച്ചാലും വരണം. വരും. പിന്നെ രാത്രിയിലൊക്കെ ഒരുപാട് വർക്ക് ഉണ്ടാവും. കുഴപ്പമില്ല, നൈറ്റ് വർക്ക് ചെയ്യാം. ഓടി നടന്ന് ഇതാണ് ചെയ്യാം. പിന്നെ തനിക്ക് എന്നാ മുൻപ് ഈ പരിപാടി ചെയ്ത് പരിചയമുണ്ടോ? ഇല്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി കണ്ടിട്ടുണ്ടോ? നെറ്റിലൊക്കെ ഒരുപാട് നെറ്റിൽ കണ്ടെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരിട്ട് പോയി കണ്ടൂടെ? ഒരു 3-4 പേരൊക്കെ ഉണ്ടാവും. 3-4 പേരോ? എല്ലാ ദിവസവും. ഓക്കെ. ചിലപ്പോ ഒരു 100 പേരൊക്കെ ഉണ്ടാവും. 100 പേരോ? 100 പേരോട്ട് സഹകരിക്കോ? എന്തിന്? താനൊരു സഹകരിക്കുന്ന പറഞ്ഞു. 100 പേരായിട്ട് സഹകരിക്കാനാണ്. താൻ എന്തിനാണ് ഉദ്ദേശിച്ചത്? തനിക്ക് അച്ഛനും